പ്രിയമുള്ളവരെ, ഇന്ന് ഈ നടത്തിയ ആഹ്ലാദ പ്രകടനം UDFന്റെ മാത്രം ആഹ്ലാദ പ്രകടനമല്ല, കേരള ജനത ഒന്നടങ്കം ആഗ്രഹിച്ച UDFൽ അധികാരത്തിൽ കയറിയ അതിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനായത് കേരളത്തിന്റെ നിലപാടിന്റെ രാജകുമാരനായ VD സതീശൻ മുഖ്യമന്ത്രി ആയതിന്റെ സന്തോഷത്തിലാണ് കേരള ജനത ഒന്നടങ്കം ഇന്ന് കേരളം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും VD സതീശൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ വർഗീയതയ്ക്കും നിലപാട് ഉറച്ചു നിൽക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇന്നും അധികാരത്തിൽ കയറിയിരിക്കുന്നത്. ടീം UDF ആയിട്ട് ഇന്ദിരാ ഗ്യാരണ്ടി 5 പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്നായി നടപ്പിലാക്കുന്നതിന് വേണ്ടി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി തുടങ്ങുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ബാലനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകരെ, വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരളത്തിൻ്റെ ഭരണം UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ മാത്രം ഭരണം വോട്ട് കൊണ്ടല്ല കേരളത്തിൽ കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. നിഷ്പക്ഷരായ ജനങ്ങളുടെ ഒപ്പം തന്നെ വളരെ ഇന്ത്യ നന്നാവണം, കേരളം നന്നാവണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ച മുഴുവൻ എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിന് അധീനമായി വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നമുക്ക് 107 സീറ്റ് കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മളെ അപമാനിക്കാൻ വേണ്ടി നമ്മുടെ എതിർകക്ഷികളൊക്കെ 102 സീറ്റ് കിട്ടി, നേതാവിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ജനാധിപത്യ രീതിയിൽ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട എല്ലാ ചട്ടവട്ടങ്ങളും കഴിച്ച് ജനങ്ങളുടെ കൂടെ വോട്ട് ചെയ്ത ജനങ്ങളുടെ കൂടെ ജനാധിപത്യ രീതിയിൽ അവരുടെയും കൂടെ അനുഭവങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ട് AICC എടുത്ത തീരുമാനം നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. ഒപ്പം തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഘടകകക്ഷി നേതാക്കളെയും ഒപ്പം തന്നെ നമ്മുടെ എല്ലാ ആളുകളെയും AICC ആയാലും KPCC ആയാലും മുഴുവൻ ആളുകളുടെയും 100% അംഗീകാരത്തോടുകൂടി നമ്മൾ കേരളം ആഗ്രഹിച്ച നിലപാടിൻ്റെ രാജകുമാരനായ VD സതീശനെ തെരഞ്ഞെടുത്തതിൽ നമ്മളെക്കാട്ടിലൊക്കെ നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെക്കാട്ടിലൊക്കെ ഞാൻ പുറത്ത് നിൽക്കുന്ന ആളുകൾ അതിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആരെ കണ്ടാലും ചിലർ തമാശ രൂപേണ നമ്മളോട് ചോദിക്കുക, എന്താ മുഖ്യമന്ത്രി ആയില്ലേ? നമുക്കതിന് മറുപടി ഉണ്ടായിരുന്നു. ജനാധിപത്യ രീതിയിൽ വോട്ടേഴ്സിൻ്റെ കൂടെ അവർക്ക് വോട്ട് ചെയ്ത ആളുകളുടെ കൂടെ അംഗീകാരം മേടിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുതന്നെയാണ് നടന്നത്. ഒപ്പം തന്നെ നമുക്ക് ചോദിക്കാൻ അങ്ങോട്ടും ഉണ്ട്. 35 സീറ്റുകളുള്ള പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാനൊന്നും അവർ സാധിച്ചിട്ടില്ല.